മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ആ ചിത്രം. ഹൃദയത്തെ കാർന്നു തിന്നുകയാണ് ആ ദൃശ്യം. ഡൽഹി ടു ജയ്പൂർ ഹൈവേയിലൂടെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പകർത്തിയ ആ ചിത്രം ഇന്ന് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ലോക്ക്ഡൗൺ കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പുതിയ ഇന്ത്യ, മോദിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന സംഘപരിവാർ ഭീകരന്മാരെ, നിങ്ങളാണ് ഈ ഇന്ത്യക്ക് കാരണക്കാരൻ. അതെ, ആ ദൃശ്യം ഇങ്ങനെയാണ്. ഡൽഹി ടു ജയ്പൂർ ഹൈവേയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഏതോ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ച ഒരു പട്ടിയുടെ, നായയുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ അഥവാ ആ പച്ചയായ മാംസങ്ങൾ തിന്നുന്ന ഒരു പച്ച മനുഷ്യന്റെ ദൃശ്യം. ആ ദൃശ്യം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. കയ്യിലൊരു ബാഗും തൂക്കിയിട്ട് ആ ബാഗ് തൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ആ നായയുടെ ശരീരത്തിന്റെ ഭാഗത്തിരുന്നു കൊണ്ട് ആരും കാണാതെ അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കടിച്ചു വലിച്ചു തിന്നുന്ന ഒരു ഇന്ത്യക്കാരന്റെ ചിത്രം. പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന സംഘപരിവാർ ഭീകരന്മാരെ, ഇതാണ് നിങ്ങൾ പറയുന്ന മോദിയുടെ പുതിയ ഇന്ത്യ. ഛിന്ന ഭിന്നമായി റോഡിൽ തെറിച്ചു വീണിരിക്കുന്ന പട്ടിയുടെ, നായയുടെ ശരീരത്തിന്റെ പച്ചയായ മാംസങ്ങൾ പെറുക്കി തിന്നുന്ന ഒരു ഭാരതീയൻ ഈ മണ്ണിൽ ജനിച്ചു വീണ ആ ഇന്ത്യയാണ് നിങ്ങൾ ഇന്ന് തള്ളിമറിക്കുന്ന മോദിയുടെ പുതിയ ഇന്ത്യ. വികാരഭരിതനായി പറയുന്നത്, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന വികാര നിർഭരമായ വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ ദൃശ്യത്തോട് ഞാനും ഉത്തരവാദിയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വെറും 1.5 മാസം ഈ രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ പൊതുജനങ്ങൾ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ, ജീവിതകാലം മുഴുവൻ പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥയിൽ ആ ജനങ്ങളായിട്ടുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ തകർച്ച തന്നെയാണ്. ഡൽഹി ടു ജയ്പൂർ ഹൈവേയിൽ കണ്ട ആ കാഴ്ചയുണ്ടല്ലോ, അതങ്ങനെ മറക്കാൻ സാധിക്കുകയില്ല. വല്ലാത്ത കാഴ്ചയാണ്. ആ യാത്രക്കാരൻ ആ കാഴ്ച കണ്ടിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ പട്ടിയുടെ ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്ന ആ ശരീരഭാഗങ്ങൾ കഴിക്കരുത്, മരിച്ചു പോകും. ഞാൻ നൽകാം നിങ്ങൾക്ക് ഭക്ഷണം. ഒന്ന് മാറി നിൽക്കൂ. തൊട്ടടുത്ത് ഒരു കാറ് കാണുന്നില്ലേ, ഒരു വാഹനം കാണുന്നില്ലേ, അങ്ങോട്ടൊന്ന് മാറി നിൽക്കൂ. നിങ്ങൾക്ക് അവിടേക്ക് ഞാൻ ഭക്ഷണവും വെള്ളവും എത്തിച്ചു തരാമെന്ന് ആ ഹൈവക്കരികിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ ആ പച്ച മാംസം കഴിച്ചിരുന്ന മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെയാണ് ആ മനുഷ്യൻ ആ പട്ടിയുടെ ഇറച്ചി തിന്നുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ആ മനുഷ്യൻ, യാത്രക്കാരനായ നല്ലവൻ, ഇത്തിരി വെള്ളവും ഭക്ഷണവും കൊടുത്തപ്പോൾ അത് ആർത്തിയോടെ ആ മനുഷ്യൻ കഴിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് കഷ്ടപ്പാടിന്റെ യാതനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ഇന്ത്യക്കാരന്റെ ചിത്രമാണ് സാറേ അത്. ഒരു ഭാരതീയന്റെ ചിത്രമാണ് സാറേ അത്. ആത്മാഭിമാനത്തോടെ പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന സംഘപരിവാർ ഭീകരന്മാരെ, നിങ്ങൾ ഈ തെരുവിന്റെ എവിടെയാണ് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ നിന്നിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നിങ്ങൾ ഭക്ഷണപ്പൊതിയുമായിട്ട് സാധാരണക്കാരന് നൽകാൻ വേണ്ടിയിട്ട്, യാത്ര ചെയ്യുന്ന ഈ രാജ്യത്തെ പൗരന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ചിലപ്പോൾ ഉണ്ടാകാം നിങ്ങളുടെ ഏരിയകളിൽ. അതല്ലാതെ നിങ്ങൾക്കൊരു പൊതുബോധവുമില്ല, ഒരു രാജ്യസ്നേഹവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. മറിച്ച് BJP-യോട് സ്നേഹമുണ്ട്, RSS-നോട് സ്നേഹമുണ്ട്, അധികാരത്തോട് സ്നേഹമുണ്ട്. അതിനപ്പുറം ഈ രാജ്യത്തെ ഒരു ജനതയോടും നിങ്ങൾക്ക് കൂറില്ല. അതുകൊണ്ട് തന്നെയാണ് 5 വർഷം കഴിഞ്ഞ് 6 വർഷത്തിലേക്ക് കടന്നു പോകുന്ന ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നേട്ടം എടുത്തു പറയുമ്പോൾ സാധാരണക്കാരന് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയാൻ പറ്റിയ ഒരു നേട്ടമുണ്ടോ ഈ രാജ്യത്ത്? ഇല്ല എന്ന് തന്നെയാണ് സത്യം. ഇല്ല. ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു നേട്ടവുമില്ല.
യുദ്ധവും വർഗീയതയും വിദ്വേഷവും കലാപവും അടങ്ങിയ ഒരു ഭരണം തന്നെയാണ് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുള്ളത്. മനുഷ്യൻ പട്ടി ഇറച്ചി കഴിക്കുന്ന ഒരു പുതിയ ഭാരതത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്ന വികസിത പുതിയ ഭാരതമല്ല. പച്ചയായ മനുഷ്യൻ പച്ചയായ ഒരു പട്ടിയുടെ പച്ച മാംസം കഴിക്കുന്ന ഒരവസ്ഥയുടെ ഭീകരമായ മുൾമുനയിലാണ് ഈ രാജ്യമുള്ളത്. ആ കാഴ്ചക്ക് മുന്നിൽ എൻ്റെ വാക്കുകൾക്ക് വികാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല, ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയുടെ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ രാജ്യത്ത് ഇനി ഇല്ലാതിരിക്കട്ടെ. ആ മനുഷ്യൻ രക്ഷപ്പെടട്ടെ, ഈ രാജ്യം രക്ഷപ്പെടട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.